ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു ഗെറ്റ് റെഡി ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ബിക്കോസ് ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. സോ അവളെ കല്യാണത്തിന് പോകണം, മീനുവിൻ്റെ കല്യാണമാണ്. സോ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ വേണ്ടി പോകണം. ഓഫ് കോഴ്സ് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ സ്പെഷ്യലാണ്. നമ്മൾ ബ്രൈഡല്ല, പക്ഷേ എന്നാലും നമുക്കിങ്ങനെ അടുത്ത് ചേർന്നിരിക്കണം, ബ്രൈഡിനോർന്ന് ചേർന്ന രീതിക്കല്ലേ, ലൈക്ക് അങ്ങനെ നെറ്റിപ്പെട്ട അരപ്പെട്ട അങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനത്തെ ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് മേ ബി ഇത് ഹെവി ആയിരിക്കും, നിങ്ങൾ ഹെവി ആയിരിക്കും, പക്ഷെ എന്തായാലും ഞാൻ അത്യാവശ്യം വിപുലീകരിച്ചൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്, ഞാൻ ചുണ്ടിൽ ഇച്ചിരി ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് രാവിലെ, അതായത് ഇപ്പോൾ ഒരു ചെറിയൊരു ട്രാൻസിഷൻ പോലത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം ഞാൻ വിചാരിച്ചു അതങ്ങെടുത്ത് കളയാമെന്ന്. ആദ്യം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമെന്ന് വെച്ചാൽ എൻ്റെ ലിപ്സിൽ ലിപ് പ്ലംബർ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ബിക്കോസ് എനിക്ക് ഭയങ്കര വരണ്ട വിണ്ട് കീറിയ ചുണ്ടാണ്. അപ്പോൾ എൻ്റെ ചുണ്ടിൽ ഭയങ്കര വരയാണ്. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ചുണ്ടിൽ ഞാൻ ലിപ് പ്ലംബർ ഇട്ടോണം. അപ്പം ചുണ്ട് നല്ല വലുതായിട്ട് നമുക്ക് തോന്നും, കുറച്ച് വലുതായിട്ട് കുറച്ചിതായിട്ട്. എനിക്ക് ആദ്യമായിട്ട് ഇത് ഫ്രീ ബി കിട്ടിയ സമയത്ത് ഞാൻ വിചാരിച്ച എന്താണെന്ന് അറിയോ, ഇത് കെട്ട സാധനമാണ്, എനിക്ക് എക്സ്പയർ കഴിഞ്ഞ സാധനമാണ് അവരയച്ചത്. എന്നിട്ട് ഞാൻ അത് എടുത്ത് കളഞ്ഞു. സീരിയസ്ലി എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. ഇപ്പം നൈക്കിന്ന് എപ്പോഴാണ് വാങ്ങിച്ചപ്പോഴത്തേക്കും പിന്നീട് മനസ്സിലായില്ല, അന്നൊന്നും തുടക്കമില്ല. അപ്പം എനിക്ക് തുടക്കം ഇപ്പോഴും എനിക്ക് കുറേ കാര്യമൊന്നും അങ്ങനെ അറിഞ്ഞിടാ, കാരണം നമ്മൾ ഇത് പഠിച്ചൊടിച്ചല്ലേ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇത് പിന്നീട് മനസ്സിലായതോ ഇത് ലിപ് പ്ലംബറാണ്, അതിങ്ങനെ നീറും എന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു. മോയ്സ്ചറൈസർ എപ്പിഫ് സോഫ്റ്റ്, അതിൻ്റെ മണ്ടേ കൂടെ ഞാൻ ഫോക്സ്ട്രീലിൻ്റെ സൺസ്ക്രീൻ ഇട്ടു. ബിക്കോസ് കുറച്ച് ഡബിൾ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം എന്തായാലും ഒന്ന് കുറച്ച് വെയിലൊക്കെ ഉള്ളൂ. ഇനി അടുത്തതാണ് ഞാൻ എംബ്രിയോലിസിൻ്റെ ഇതാണ് ഇടുന്നത്. എന്തോന്നും എനിക്ക് പീരീഡ്സ് ആവാറാകുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം മുന്നേ എനിക്ക് ഭയങ്കര ഡ്രൈ ആയിരിക്കും, എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ എന്ന് വെച്ചാൽ വൃത്തികെട്ട രീതിക്ക് ഡ്രൈ ആയിരിക്കും. അത് കഴിഞ്ഞ് പീരീഡ്സ് ആവാറാകുമ്പോൾ ഓയിലി, പീരീഡ്സ് ആയി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഓയിലിയാണ്. അത് കഴിഞ്ഞൊരു മിഡ് പോയിൻ്റ് എടുത്തുമ്പോഴത്തേക്ക് വീണ്ടും എന്താണെന്ന് വെച്ചാൽ ഡ്രൈ സ്കിൻ. അപ്പോൾ എനിക്ക് അതാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഞാൻ ലെൻസ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകണം. ഞാൻ ഈ ഒരു ഇത് വെച്ചാലെന്ന് വിചാരിച്ച ഒലീവ്, പക്ഷെ ഒലീവ് വെച്ചൊരു പ്രശ്നമെന്ന് വെച്ചാലും ഒരു ഇത് കാണൂല, എന്തോന്നും നമ്മൾ ഒരു ഗോൾഡനും ഒരു സിൽവറൂടെ മിക്സ് ചെയ്തിട്ട് ബ്ലാക്ക് ഒരു ബ്രൊക്കേഡ് ബ്ലൗസൊക്കെ ഉണ്ട്. അപ്പം അനുസരിച്ച് അപ്പം ഞാൻ വെച്ച് ഹെയ്സൽ ഉണ്ടാക്കി ഞാൻ ഹെയ്സൽ ലെൻസ് എടുത്തോണ്ട് വരട്ടെ, പറഞ്ഞു എടുക്കാൻ. ക്രീം അങ്ങ് പിടിച്ചോട്ടെ, പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് മാറ്റാം. ലെൻസ് ഇടാൻ അതിന്. ഓക്കെ, ഇത് നമുക്ക് കുറച്ചൊരു ഓ ലെൻസിൻ്റെ വിവി ലെൻസാണ്, ഒരു ബ്രൗൺ കളറ്. ഞാൻ ഇതുവരെ ഇത് ഇട്ടിട്ടില്ല, ഞാൻ എപ്പോഴും മറ്റേ സ്കാൻഡി ഹെയ്സലാണ് ഇടുന്നത്. അപ്പം നമുക്ക് ആദ്യം ലെൻസ് ഇടാം. ലെൻസ് ഇടണം നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ഞാൻ മുന്നേ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറയാം, ഞാൻ ഒരു കല്യാണത്തിന് മുമ്പേ ഞാൻ ലെൻസ് ഒന്നും ഇട്ടുകൊണ്ട് പോകില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ആ സമയത്ത് അക്വാ ലെൻസ് ഫ്രഷ് ലുക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് രണ്ട് സൈഡും ചില സമയത്ത് ബ്ലറാകും, ഏലിയനെ പോലെയാണ്. എന്നിട്ട് എനിക്ക് ഏലിയനിന് ബ്ലറാവില്ലെന്ന് പിന്നെ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതാകുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനൊരു വിഷൻ ഒരു പ്രശ്നമില്ല. അയ്യോ, ഇതുണ്ടല്ല, ഇതെൻ്റെ സെയിം കണ്ണ് പോലെ വലിയ ഡിഫറൻസ് ഒന്നും അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. സെയിം എൻ്റെ കണ്ണ് പോലെ അങ്ങ് സൂക്ഷിച്ച് വയ്ക്കാം. പ്രത്യേകിച്ച് എനിക്കൊരു ഇത് സ്പാനിഷ് ബ്രൗൺ ആണ്, കാരണം എനിക്ക് അറിയാനേ പറ്റണില്ലായിരുന്നു. അയ്യോ, കറക്റ്റ്, അതായത് എൻ്റെ കറക്റ്റ് കണ്ണ് കണക്ക് പെർഫെക്റ്റ് ആണ്. ഇത് കൊള്ളാം. അപ്പം നമുക്ക് ഇത് തന്നെ പോവാം. എൻ്റെ ലെൻസ് പൗച്ചാണ്, ലെൻസ്, ഫേക്ക് ലാഷസ്. കാരണം ഇതൊക്കെ ഞാൻ ഇങ്ങനത്തെ ചില സന്ദർഭങ്ങളിൽ മാത്രം ഇടല്ല, ഞാൻ എപ്പോഴും ലെൻസും ഫേക്ക് ലാഷൊന്നും വയ്ക്കൂല. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഞാൻ ഇന്നൊരു സ്മോക്കിയാണ് പിടിക്കുന്നത്. ബിക്കോസ് എൻ്റെ കറുത്ത സാരിയാണ്, കറുത്ത ഫുള്ള് കറുപ്പല്ല, പക്ഷെ മേച്ചാണ്ടിരിക്കും നമ്മളൊരു സ്മോക്കി ഐസ് ചെയ്യാന്നാണ് പ്ലാൻ. ഞാൻ നേരത്തെ എന്താണെന്ന് അറിയാം നല്ല മസാല എടുക്കാത്ത, കാരണം ലെൻസ് വേണമായിരുന്നു, ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ അതാ ഇത് നന്നായിട്ട് ഞാനൊന്ന് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തല ഓൾറെഡി ക്രിമ്പ് ചെയ്തിട്ടുണ്ട്. തല ഇട്ടാൻ വേണ്ടി രേഷ്മ ചേച്ചി തന്നിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കര
പെർഫെക്റ്റ് ആയിട്ട് എനിക്കിപ്പോൾ നിങ്ങൾ കണ്ടോളാം ഞാൻ തലാട്ടണ എങ്ങനെ അങ്ങനെ ഞാൻ കൂടുതലും ഫ്രീ ആണ് യൂസ് ചെയ്യണത്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ. പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് ക്ലീൻ സ്ലീക്ക് ആയിട്ടൊരു ബണ്ണും അങ്ങനെ പിന്നെ സാരി ഡ്രേപ്പ് ചെയ്യാൻ എനിക്ക് കൊഴുകൊടുത്ത സാരി ഞാൻ ഉടുക്കും, എനിക്ക് സീനില്ല. പക്ഷേ എനിക്ക് ഈ പടപ്പുള്ള അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പട്ടുസാരി എനിക്ക് ഉടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം ഞാനിത് പട്ടുസാരിയൊക്കെ ഉടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ഒന്ന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു പ്രൈമർ ഇട്ട് കൊടുക്കാം. ആൻഡ് ഈ പ്രൈമർ ഞാൻ കാണിച്ച് നിങ്ങൾ തന്നെ ചീത്ത വിളിക്കുമായിരിക്കും, ബിക്കോസ് കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് തീർന്നിട്ട് നമുക്ക് അടുത്ത് വാങ്ങാൻ കഴിയും. എൻ്റെ ഇപ്പം ഈ ഒരൊറ്റ പ്രൈമറേ ഉള്ളൂ, ഒരൊറ്റ പ്രൈമർ. എൻ്റെ കയ്യിൽ സ്മാഷ് ബോക്സ് ഇൻസൈറ്റ് ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് തീർന്നപ്പോഴത്തേക്കാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴാണ് ഈ ഫൗണ്ടേഷനൊക്കെ റീസ്റ്റോക്ക് ചെയ്യണത്, കാരണം തീരണ സാധനങ്ങളും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കളർ കറക്റ്റാണ്. ഇത് ഹുഡയുടെ പീച്ച് കളർ കറക്റ്റാണ്. പീച്ച് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പപ്പായ ഉണ്ട്, മാംഗോ ഒക്കെ അവർക്കുണ്ട്. ഞാൻ എൻ്റെ പീച്ച് ഇടുമ്പോഴത്തേക്ക് പീച്ചാണ് സേഫ്. ഓറഞ്ച് എല്ലാം കുറച്ച് കൂടിപ്പോയാൽ നമ്മളെ മുഖം ഓറഞ്ചിച്ചിരിക്കും. അപ്പം പീച്ച് ഒരു സേഫ്. ഈശ്വര, ഞാനൊരു കുരിശുണ്ടാണ്. അപ്പം ഇതൊരു സേഫ് ഓപ്ഷനാണ്. ഇത് ഞാൻ പണ്ട് പഠിച്ചപ്പോഴേ എനിക്ക് ഇവിടുത്തെ മാം പറഞ്ഞത്. പീച്ച് എല്ലായിടത്തും പറഞ്ഞു പീച്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സേഫ് ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞിട്ടോ, ഇത് ഈ ഒരു കളർ കറക്റ്റ് വേണമെന്നില്ല, നല്ല സ്കിൻ ടോണൊക്കെ ഒരു ഡാർക്ക് ഇട്ടിട്ട് അങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റേ. ഞാൻ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി പി സി വഴിയാണ് ഈ വഴി എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റണം. ഇത് PAC എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ PAC തന്നെ ബ്രാൻഡിൻ്റെ ബഫിംഗ് ബ്രഷാണ്. ഭയങ്കര സൂപ്പറാണ്, എനിക്ക് പാക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഞാൻ കൈ കൊണ്ട് തൊട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. മീനു ഒരു 2 മണിക്ക് എണീറ്റ് റെഡിയാകാൻ പോയിട്ടുണ്ട് കേട്ടോ. അവൾ 2 മണിക്ക് തന്നെ എണീറ്റ് റെഡിയാകാൻ പോയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഒരു ഫുൾ ഒരു എക്സൈറ്റ്മെൻറ്റ്. എനിക്ക് എൻ്റെ കല്യാണമൊക്കെ ഓർമ്മ വരണം. റെഡി ആയപ്പോഴത്തേക്ക് ഇങ്ങനെ റെഡി ആകുമ്പോഴത്തേക്ക് ഞാനന്ന് കണ്ണാടിയുടെ മുമ്പിൽ ഇരിക്കുന്നതും ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താൽ ഓ ഡിയറേ ഇറങ്ങത്തുള്ളൂ എന്നൊന്നും പറയരുത്, ബിക്കോസ് എൻ്റെ ഇതേ ഉള്ളൂ ഇപ്പം. നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു 2 ഫൗണ്ടേഷൻ, ഒരു ഇൻസൈറ്റിൻ്റെയും ഒരു ഫേസ് സ്കാനറുടെ. അപ്പം ഇനി അത് അങ്ങനെ പറ്റത്തുള്ളൂ എന്നൊന്നും പറയരുത്. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ കല്യാണം പ്രമാണിച്ച് വാങ്ങിച്ചതാണ്. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചാണ് എന്ത് ഫംഗ്ഷൻ ഉണ്ടെന്ന് ചെയ്തിട്ടുള്ളൂ, കാരണം നമുക്ക് തീർക്കണ്ടേ. ഇനി നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ആക്ച്വലി ഗൈസ് ഐ മേക്കപ്പ് മുന്നേ ചെയ്യണമായിരുന്നു, ഫൗണ്ടേഷനൊക്കെ ഇടണതിന് മുമ്പേ. പക്ഷെ എനിക്ക് ഓർമ്മ വന്നില്ല, ഞാൻ അങ്ങെടുത്ത് ഫൗണ്ടേഷനൊക്കെ വാരി തട്ടി എന്നുള്ളതാണ് കാര്യം. മാഴ്സിൻ്റെ ബ്രഷ് സെറ്റാണ്, അതിലെ കോംബോ സെറ്റാണ്. പക്ഷേ എന്തിനു ഞാൻ ഇപ്പോൾ ഇതെടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ബാക്കിയെല്ലാം കഴിവായിട്ടേക്കണം. അപ്പോൾ ഇത് നല്ല നല്ല ബ്രഷാണ് മാഴ്സിൻ്റെ. ഈ ഒരു സെറ്റായിട്ട് വരണോണ്ട് ഒരു കോമ്പായിട്ട് നമുക്ക് ട്രാവലിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റണം. ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, എന്താ ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് നമുക്കിനി മെയിനായിട്ട് വേണ്ടത് ഒരു കാജൽ. ആ കാജൽ വെച്ചിട്ട് വേണം നമുക്ക് സ്മഡ്ജ് ചെയ്തെടുക്കാൻ. ഓക്കെ, ടൈറ്റ് ലൈനോടെ ചെയ്തോട്ടെ. ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാജലിട്ട് എടുത്ത ഉടനെ തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾക്ക് പണിയാവും. ചിലതൊന്നും അനങ്ങൂല, ബ്ലെൻഡ് ചെയ്താൽ അനങ്ങാതെ അവിടെ അങ്ങോട്ട് ഇറുക്കി പിടിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങ് ഇരുന്ന് കളയും. അപ്പോഴത്തേക്ക് നമുക്ക് എൻ്റർടൈനിങ് ആയിട്ട് നമ്മൾ സ്വയം ഒരുങ്ങണം, അപ്പോഴേ നമുക്ക് ഒരുങ്ങാൻ ബോറടിക്കായിരിക്കുള്ളൂ. ഹ്യൂ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ബ്രൗൺ കാജലാണ്. അതെടുത്ത് വേണം നമുക്ക് താഴെയും കുറച്ച് സെറ്റ് ചെയ്യാൻ. ഇതെനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നെയാണ്. ഷിസൽഡോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഇതാണ് ബ്രഷ്. ഒരു പുള്ളിക്കാരനാണ്, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഇപ്പോഴൊന്നുമല്ല, ഒരു വർഷം നമ്മൾ പഴയ വീട്ടിലുള്ളപ്പോഴേ ഗിഫ്റ്റ് തന്നു.
എനിക്കാണെങ്കിൽ നമ്മളെ കല്യാണത്തിനില്ലേ ഇങ്ങനെ അമ്മയൊക്കെ എല്ലാവരും ഒരുങ്ങിന്ന് പറയും ഇത് സന്തോഷമാണ്, ഭയങ്കര സന്തോഷമായി. നെക്സ്റ്റ് ഞാൻ കാത്തിരുന്ന് വാങ്ങിച്ച സാധനമാണ് ഗൈസ് എൻ്റെ ഫെൻഡി ബ്യൂട്ടിയുടെ ഈ ഒരു എന്തൊരു ഗ്ലാസ് ബോംബ്, ഡയമണ്ട് ബോംബ് സാധനം. സോ ഈ ഒരു ഇതെടുത്തിട്ടാണ് നമ്മൾ കണ്ണിൻ്റെ മുകളിലിടാൻ പോകണം. കൈ വൃത്തിക്ക് തുടച്ചിട്ട് ജസ്റ്റ് എടുക്കുക, എന്നിട്ട് കണ്ണിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ എങ്ങനെയെന്നറിയോ, ഞാനിത് ലൈക്ക് ഫെൻഡി ഇറങ്ങിയപ്പോഴേ ഞാൻ ഒരുപാട് യൂസ് ചെയ്ത് ആൾക്കാർ യൂസ് ചെയ്യണ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് എപ്പോൾ ഇതാണെന്ന് വെച്ചാൽ എന്നെ അന്ന് റെഡിയാക്കാൻ വന്ന സ്റ്റൈലിസ്റ്റ് ഉണ്ട് വീണ ഇടും. ഭയങ്കര ചന്തമാണ് അവൻ്റെ വീണയുടെ കണ്ണ്. ഓക്കെ, അപ്പം എന്താ ഞാൻ കുറച്ച് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഫൈൻ. എൻ്റെ മുടിയൊക്കെ ചപ്രത്തലയെ പോലെ ഇരിക്കണം. ഓക്കെ, അത് ക്രിമ്പ് ചെയ്ത് വെച്ചേക്കണോണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ കഴിഞ്ഞിന് താഴെയൊക്കെ സെറ്റ് ചെയ്യണം, ലാസ്റ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഐ മേക്കപ്പ് ഒരുവിധം സെറ്റായി. ഇനി നെക്സ്റ്റ് ഒരു മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര YSLൻ്റെ മസ്കാരയാണ്. സെറ്റ് ചെയ്യട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. വേറൊന്നുമല്ല, ആ ഡയമണ്ട് ബോംബില്ലേ അതിട്ടപ്പോൾ ഭയങ്കര ചന്തം കണ്ണ്. ഓക്കെ ഗൈസ്, ഇനി നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. വാട്ട് എവർ ദ ഐബ്രോ ജെൽ യു ഹാവ് കുറച്ച് തോണ്ടിയെടുക്കുക ബ്രഷിൽ. ഇത് ഞാൻ തായ്ലാൻഡ് പോയപ്പോൾ വാങ്ങിച്ച ബ്രഷാണ്. ഇത് തായ്ലാൻഡിൽ നിന്ന് നമ്മളെല്ലാവരുടെ ബാച്ചലറിട്ട് പോയില്ലേ ചേട്ടൻ്റെ അപ്പോഴത്തേക്ക് വാങ്ങിച്ച ബ്രഷ്. സംഭവം വേറൊന്നുമില്ല, എനിക്ക് ടക്കൻ ഒരുങ്ങിയിട്ട് വേണം തല ഇട്ടാൻ വേണ്ടിയിട്ട് പോകാൻ. രേഷ്മ ചേച്ചിക്കൊക്കെ ഒരു വർക്കുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിതാ ഐബ്രോസും ഫില്ല് ചെയ്ത് കഴിഞ്ഞ് പക്ഷേ നമുക്ക് ഐ മേക്കപ്പിൽ ഇനി ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയണത് കൺസീലറാണ്. കൺസീലർ ഇത് നാഴ്സിൻ്റെ പോട്ട് കൺസീലറാണ്. കുറച്ച് തുരന്നെടുത്ത് കൈ വയ്ക്കുക. പോട്ട് കൺസീലറാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചെടുത്ത് കണ്ണിൻ്റെ താഴെ ഒന്ന് ഇടണേ, ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട്. കണ്ടോ, നമ്മളിവിടുത്തെ ഒന്ന് ഹൈലൈറ്റ് ആവും അവിടെ. പിന്നെ നമ്മുടെ ഈ നെറ്റിയുടെ പോർഷൻ കുറച്ച്. ഓക്കെ ഗൈസ്, ദ പരിപാടി സെറ്റ്. നെക്സ്റ്റ് മോർഫിയുടെ ക്രീം ബ്ലഷാണ്. ആൻഡ് ഇതെനിക്ക് പറയാൻ വാക്കുകളില്ല, അത്ര സൂപ്പറായിട്ടുള്ളൊരു ബ്ലഷാണ്. ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ്റെ മുഖത്തൊക്കെ വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചുണ്ടിലൊക്കെ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ബ്ലഷാണ്. ബ്ലഷ് ഇട്ട് കൊടുക്കാം ഗൈസ്, എങ്കിലേ ഒരു കംപ്ലീറ്റ് ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. ക്രീം ബ്ലഷ് ഇടണോ ലിക്വിഡ് ബ്ലഷ് ഇടണോ എന്നാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ. രണ്ട് മോർഫിയുടെയാണ് ഇരിക്കുന്ന. ഒരു പിങ്ക്, സട്ടിൽ പിങ്ക്. ക്രീം ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഗ്ലോസി ഫിനിഷാണ്. മറ്റേതിടുമ്പോൾ രണ്ടും ഭയങ്കര ഒരിതാണ്. കൺഫ്യൂഷനായില്ല. നമ്മളെപ്പോഴും ഇതല്ലേ ഇടുന്ന ലിക്വിഡ്, നമുക്കൊന്ന് ഇതിടാം, ക്രീം ബ്ലഷ് ഇടാം. കുറച്ച് ഇങ്ങനെ വെക്കാം. ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലഷാണ്. ഇട്ടോടെ നമ്മൾ ഹിപ്നോട്ടൈസ് ആയിപ്പോവും. ചളു എന്നും പറഞ്ഞാലും നിറയരുത്. ഓക്കെ ഗൈസ്, ക്രീം ബ്ലഷ് ഇട്ടു. ഇനി എൻ്റെ കൂടെ ഞാൻ ലിക്വിഡ് ബ്ലഷ് ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം എനിക്ക് നല്ല സ്റ്റേ ചെയ്യണ്ടേ മേക്കപ്പ്. അപ്പം അതുകൊണ്ട് കുറച്ചെടുത്തുള്ളൂ, ഒരു ഡ്രോപ്പ്. നിങ്ങൾക്കിപ്പം കുറച്ച് ബ്ലഷ് ഓവറായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ഓഫ് കോഴ്സ് ഇത് കുറച്ച് കൂടിപ്പോയി. പക്ഷേ നമ്മൾ ലാസ്റ്റ് പൗഡറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയാവും. ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം നമ്മുടെ അണ്ടർ ഐ സെറ്റിംഗ് ആണ്. ഇത് ഹുഡ ബ്യൂട്ടിയുടെ ഈ ഒരു ചെറി ബ്ലോസം ഈ ഒരു കേക്കാണ് ഇടുന്നത്. സോ നമുക്ക് ഇതിടാം. കുറച്ച് പൗഡർ എടുക്കുക, നമ്മുടെ പഫിംഗ് ബ്രഷ് എടുക്കുക, ആൻഡ് കയ്യിലുള്ളത് ഇതിലാക്കുക, ഓവറായിട്ടുള്ള, എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഒട്ടിയൊരു ഫിനിഷ് കിട്ടും. കണ്ടോ, ഒരു ഒട്ടിയ ഓൾറെഡി എൻ്റെ ഒട്ടിയാണ് ഇരിക്കുന്നത്. എൻ്റെ പല്ല് കമ്പനി മുഖത്തിൻ്റെ ഷേപ്പേ അപ്പാടെ മാറിപ്പോയി. ഇനി എനിക്ക് കേൾക്കാൻ ചീത്തോളിയൊന്നുമില്ല. എൻ്റെ
ഷേപ്പ് ആൻഡ് ഗൈസ് ഇതിൻ്റെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്നറിയോ, ഈ ചെറി ബ്ലോസം. ഇത് നമ്മുടെയൊക്കെ ഇവിടെ അണ്ടർ ഐ ഭയങ്കരമായിട്ട് ബ്രൈറ്റൺ ചെയ്യും. കുറച്ച് ചുണ്ടിലൂടെ ഇടാം. ഓക്കെ, ഞാനേ ഇനി ഉള്ളതെന്ന് പറയണത് ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ലിപ്സ്റ്റിക്ക് നമുക്കൊരു ബ്രൗൺ ലൈനർ എടുക്കാം. ഒരു ബ്രൗൺ അല്ലേ ചെയ്യണം, നമുക്കൊരു ബ്രൗൺ ലിപ്സ്റ്റിക്ക് തന്നെ പോവാം. ബ്രൗൺ വേണ്ട, നമുക്കിതാ ഞാൻ കല്യാണത്തിനിട്ടില്ലേ ഡിയോറിൻ്റെ ഇത് പോവാം. യെസ്, ഇതുള്ള യെസ് ഗൈസ്, ഇതൊരു ഓറഞ്ച്. ഞാൻ പോയി തലയും കെട്ടി ബാക്കിയും ചെയ്തിട്ട് വരാം. ആൻഡ് ലാസ്റ്റ് നമുക്കൊരു സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. ഇത് വൺ സൈസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മാറ്റിഫൈങ് വാട്ടർ പ്രൂഫ് സെറ്റിംഗ് സ്പ്രേ ആണ്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഞാൻ പോയി ഫേക്ക് ലാഷും വെച്ച് ബാക്കിയും സെറ്റ് ചെയ്തിട്ട് ഞാൻ ഓടിഞ്ഞ് വരാം ഗൈസ്. നമ്മളെ ലുക്ക് ഇതാണ്. നൈറ്റ് ഇട്ട് ഞാൻ ഇതൊന്നും ഇട്ടൊന്ന് വിചാരിക്കണം. ഞാൻ ഇപ്പം രേഷ്മേച്ചിക്ക് പോകാൻ സമയമുണ്ട്. ഞാൻ പോയി തലയൊക്കെ ഒന്ന് കെട്ടിയിട്ട് വന്ന് നമ്മുടെ മേക്കപ്പ് ഏകദേശം ഒന്നല്ല ഫുള്ള് കഴിഞ്ഞു. മേക്കപ്പ് കഴിഞ്ഞ് ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് ഇനി സാരിയും ഡ്രേപ്പ് ചെയ്ത് സാരിയൊക്കെ കൊടുത്തിട്ട് ഞാൻ വരാം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. എനിക്ക് ഞാൻ എന്നെ തന്നെ പുകഴ്ത്താണ് വിചാരിക്കുന്നത്. സരോജ് കുമാർ നിലയിൽ എനിക്കിഷ്ടപ്പെട്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എന്നെ കുറച്ച് ബ്ലഷൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടെ. കുറച്ച് വെള്ളമായിട്ട് ഇറങ്ങിയിട്ടാണ് അവിടെ എവിടെയൊക്കെ ബ്ലെൻഡ് ആവാത്തത് അറിയണത്. ഓക്കെ, സോ ഞാൻ എപ്പോഴും എനിക്കൊരു മിസ്റ്റേക്ക് ഇടാൻ, ഞാൻ കഴുത്തിൽ ഫൗണ്ടേഷൻ ഇടാൻ വിട്ടു. ഞാൻ മറന്നു പോയി. ഞാൻ ഇട്ടില്ലല്ലോ എന്നുള്ളത്. പിന്നെ എനിക്കറിയാം കുറേ പേർക്ക് ഇങ്ങനെ സ്ലീക്ക് കെട്ടാൻ ഇഷ്ടമല്ല, എല്ലാവർക്കും ഇങ്ങനെ ഫ്രീ ഹെയർ ആണ് ഇടാൻ ഇഷ്ടം. പക്ഷെ ഗൈസ് ഈ ചൂട് സമയത്ത് നമ്മൾ ഓക്കെ നമുക്ക് ഭംഗിയേക്കാൾ നമ്മൾ എന്തായാലും ആലോചിക്കണം കംഫർട്ടബിൾ. കാരണം നമുക്ക് എല്ലാവരുടെ അടുത്തും ചിരിച്ച് നല്ലപോലെ നിൽക്കണമെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കണം. മറ്റേത് കുറേ ചൂടും ബഹളമൊക്കെ ആകുമ്പോൾ അമ്മക്കൊന്നും നടക്കൂല. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി എനിക്ക് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് കറുപ്പിക്കാനുണ്ട്. വേറൊന്നുമല്ല, ഞാൻ ആർത്തി മൂത്ത് പ്രാന്തായി ഞാൻ കൊണ്ടുപോയ കുത്തിൻ്റെ ടാറ്റു. പള്ളി ലിപ്സ്റ്റിക്ക്. യു ആർ ജസ്റ്റ് അമേസിങ് ഗേൾ. എനിക്കറിയാം ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനെ ഒരുങ്ങിയൊക്കെ എത്ര പുകഴ്ത്തണേന്ന്. നമ്മൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. കാരണം നമ്മളെ പുകഴ്ത്താൻ വേറെ ആരുമില്ല. നമ്മളിപ്പം എൻ്റെ ഇവിടെ അമ്മ പുകഴ്ത്തുമായിരിക്കും, അപ്പുവെല്ലാം പറയുമായിരിക്കും, ഇവരൊക്കെ പറയുമായിരിക്കും. പക്ഷേ നമ്മളിൽ തന്നെ നമ്മൾ എപ്പോഴും സന്തുഷ്ടമായിരിക്കണം. എന്ത് ചന്തമുള്ളൊരു പെൺകുട്ടി, ചന്ത സ്വഭാവമാണെങ്കിലും ചന്തമുള്ളൊരു പെൺകുട്ടി എന്ന് നമുക്ക് തോന്നണം. മൂക്കൊക്കെ ചെറിയ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട. ഞാൻ എന്താ ഒരു ക്ലീൻ ബണ്ണ് കെട്ടിയിട്ട് ചെയ്യണം. ഞാനല്ല കെട്ടിയത്, രേഷ്മ ചേച്ചിയാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര കുറച്ച് സമയം എടുക്കും. ഞാൻ തലയാട്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര പ്രൊഫഷണലായിട്ടൊന്ന് ചെയ്യാൻ. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഹെയർ സ്റ്റൈലാണത്. പക്ഷെ എന്നാലും കുറച്ച് ഞാൻ രേഷ്മ ചേച്ചിയുടെ സഹായത്തോടു കൂടി ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മെയിനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലുക്ക്. എനിക്കിങ്ങനെ ക്ലീൻ കെട്ടണമെങ്കിൽ നിങ്ങൾ കുറേ പേർക്ക് ഞാൻ ക്ലീൻ ഇങ്ങനെ കെട്ടണ ബണ്ണ് കെട്ടണ ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചൂടാണ്. ഭയങ്കര നമുക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് സീരിയസ്ലി നമുക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ പോയി ബാക്കി സാരി ഉടുത്ത് സാരിയും ഡ്രേപ്പ് ചെയ്തിട്ട് ഞാൻ വരാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ ഞാൻ മിന്ത്രയിൽ നിന്ന് എടുത്തിട്ടുള്ള സാരിയാണ്. എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ടെന്നറിയോ, നല്ലൊരു കാഞ്ചീവരം ടൈപ്പിൽ സിൽക്കായിട്ടുള്ളൊരു സാരിയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട. അതിൻ്റെ വിത്ത് ബ്ലൗസാണ് ഇത്. നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്.
ഞാനിങ്ങനെ ജസ്റ്റ് സാരീസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു പാറ്റേണും എനിക്ക് ഈ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. ആൻഡ് ഇത് നമ്മുടെ സഖിയിലുള്ള ഗജലക്ഷ്മി ജുമുക്കയാണ്. കാരണം ഞാൻ എപ്പോഴും മാല ഇടാത്ത സമയത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് ഓഫ് ഒരു ഇയറിങ്സ് ഞാൻ ഇടാറുണ്ട്. അപ്പം ആ ഒരു സംഭവമാണ് ഇത്. ആൻഡ് ഒരു ക്ലീൻ ബണ്ണ് കേട്ടിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഒരു പൊട്ട് ആൻഡ് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ ഒന്ന് മാറ്റി ഒരു പിങ്ക് കൊടുത്തു. ഒരു കീക്കോ മിലാനോടെ ഒരു ന്യൂഡ് പിങ്ക് ഇത് കൊടുത്തു. കാരണം കുറച്ച് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇനി എനിക്ക് അപ്പോഴെപ്പോഴും ടച്ച് ഒന്നും ചെയ്യാൻ ഇപ്പം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതാണ് ബാംഗിൾസ് ഇട്ടിട്ടുണ്ട് 2 കൈയിലും. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ ഒരു ബാഗ് കൂടെ ഞാൻ ജസ്റ്റ് ഒരു ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾ സാരി വേറെ കളേഴ്സൊക്കെ ഇതിൻ്റെ ഉണ്ട്. അല്ലാതെ ഇതും സൂപ്പറാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ സ്കിൻ ടോൺ എന്നൊന്നുമില്ല, എല്ലാവർക്കും ചേർന്ന ഒരു കളറാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നേരം ബൈ ബൈ.